ഒരു ആർ ടി പിയിൽ നിന്ന് രണ്ടാമത്തെ ആർ ടി പിയിലേക്കുള്ള ദൂരം സത്യത്തിൽ എന്നെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും എന്താ ഈ ആദ്യത്തെ ആർ ടി പിയിൽ ഞാൻ പോയിരുന്നത് രണ്ടാമത്തെ ആർ ടി പിയിൽ പോയിരുന്നത് തമ്മിൽ ഞാൻ തന്നെ ഒന്ന് എന്നെ എപ്പോഴും തുലനം ചെയ്യാറുണ്ട്. വളരെ എന്താ പറയുക, അത് എങ്ങനെ വിവരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ ആർ ടി പിയിൽ ഞാൻ ഫുൾ ടൈം ഒരു 2 ദിവസം എങ്ങനെയെങ്കിലും ആ മലയിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. ഒരുപാട് പൊതുപ്രവർത്തന രംഗത്തും അതുകൂടെയൊക്കെ ഉള്ള പല ക്ലാസ്സുകളിലും പല സെഷനുകളിലും 2-3 ദിവസമൊക്കെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പല പരിപാടികളിലും ഇവിടെ അടുത്തുള്ള മിനി ഊട്ടി അടക്കം അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല ക്യാമ്പുകളിലും അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യത്തെ ആർ ടി പി എനിക്ക് ആർ ടി പിയെ വിമർശിക്കുകയല്ല, അവിടെ എനിക്ക് വന്നിരിക്കാൻ ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓരോ സമയവും തള്ളി നീക്കിയിരുന്നത്. അതിൻ്റെ ചില ലീഡേഴ്സൊക്കെ അത് പ്രത്യേകം മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അവിടെ നിന്നോട്ട് രണ്ടാമത്തെ ആർ ടി പിക്ക് ഞാൻ പോയത് അപ്പോഴേക്ക് ഏകദേശം ഒരു ബിസിനസ്സിൻ്റെ മെൻറ്റാലിറ്റിയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് ആർ ടി വിയിലേക്ക് പോയത്. അപ്പോൾ അവിടെ എത്തി അവിടുത്തെ ഓരോ സെഷനുകളും വളരെ വിലമതിക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ സംവിധാനം, ആ ഓരോ സെഷനുകൾക്കിടയിലുള്ള പിന്നെ വിനോദത്തിനും മറ്റൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റായി മാറുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായില്ല. അപ്പോൾ 2 ദിവസം രണ്ടാമത്തെ ആർ ടി പിയിലെ ദിവസങ്ങൾ ഇനിയും ഒരു 4 ദിവസം കൂടി നീളട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച നിമിഷമായിരുന്നു ആ രണ്ടാമത്തെ ആർ ടി പി. അപ്പോൾ അവിടെ തുടക്കം മുതൽ തന്നെ ആദ്യത്തെ പിന്നെ ഇസ്മായിൽ സാറിൻ്റെ ഒരു ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു സെഷൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ഒരുപാട് അറിവുകളാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കാരണം സിനാമിക്സ് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നത്, ഓർമ്മ. ആ ഒരു സംഭവം, അതായത് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും, നമുക്ക് ഇപ്പോൾ അസാധ്യമാണെന്ന് തോന്നുന്ന ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ആ ഒരു തിയറി അവിടെ 400 പ്രാവശ്യം നമ്മളൊരു വിഷയം ആവർത്തിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ ഏറ്റെടുക്കുമെന്നുള്ള ആ ഒരു സംഭവം, അതാണ് സത്യത്തിൽ ആ സെഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ പോയിന്റ്സ്, ആ ഒരു സംഭവം ഇന്നും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ നോട്ടുകൾ അത് വീണ്ടും 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 ഇങ്ങനെ വായിച്ചുകൊണ്ട് എൻ്റെ മൈൻഡിനെ സെറ്റാക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഉപയോഗിക്കുന്നു. അത് വല്ലാത്തൊരു സംഭവമാണ്. അത് ഞാൻ ഇന്ന് വരെ അറിയാത്തൊരു സംഭവങ്ങളാണ്. അതേപോലെ ആ ക്ലാസ് ശരിക്കും മുഴുവനാക്കാൻ ഇസ്മായിൽ സാറിന് സാധിച്ചിട്ടില്ല. കാരണം പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ ആളുകൾ വന്ന് ടൈം അതൊക്കെ വന്ന് ഇങ്ങനെ ഇഷ്യൂസ് ആക്കിക്കൊണ്ട് നിന്നപ്പോൾ ആ സെഷൻ അവസാനം ഓടിച്ചു പോവുകയാണ് ചെയ്തത്. ആ സെഷൻ ഇനിയും നമുക്ക് ലഭിക്കാൻ ഇസ്മായിൽ സാർ ആ ഒരു സംഭവം ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പിന്നെ അതിന് ശേഷമുള്ള എന്നെപ്പോലെ ഞാനിങ്ങനെ മസിൽ കൂടുതൽ പിടിച്ച് നിൽക്കുന്ന ആളാണ്. അതായത് ഒരു വിനോദത്തിനും ഒരു ഡാൻസിനും ഒരു കാര്യത്തിനും ശ്രമിക്കാതെ നമ്മളെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രത്യേക വിനോദങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ എന്താ ഒരു പന്തും അതൊക്കെ ആയിക്കൊണ്ടുള്ള കുറച്ച് കായിക വിനോദങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ ആ മസിലൊക്കെ പോയത് എന്നുള്ളത് അറിയില്ല. കാരണം മീറ്റിംഗ് സ്വമേധയാ മൈൻഡ് ആ മീറ്റിംഗ് കേൾക്കാനും സെഷൻ കേൾക്കാനുമുള്ള ഒരു സന്നദ്ധമായ അവസ്ഥയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വിനോദങ്ങൾ സഹായകമായി. എനിക്ക് ആ വിനോദത്തിൽ ഞാൻ തീരെ ചാടിയ ഒന്നും ചെയ്യാത്ത ആളാണ്. നടുവേദനായിട്ട് അവസാനം അപ്പോൾ ഞാൻ ആ സംഭവം തന്നെ അറിഞ്ഞില്ല. ഞാൻ പിന്നെ ആ വിനോദത്തിൽ പങ്കാളിയായത് പോലും ഞാൻ അറിഞ്ഞില്ല.